സുഹൃത്തുക്കളെ, എസൻസുകാർ അല്ലെങ്കിൽ നാസ്തിക സംഘികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹം എത്രമാത്രം വലുതാണ് എന്ന് ഇവർക്കറിയുന്നില്ല. പ്രത്യേകിച്ചിട്ടും ഈ സമൂഹത്തിൽ വിഭാഗ്യതകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ ആൾക്കാരുണ്ട്. അവരോടൊക്കെ വലിയ ദ്രോഹമാണ് ഇവർ ചെയ്യുന്നത്. ഇസ്ലാമോഫോബിയ, മുസ്ലിങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുന്നവരാണെന്ന് പറയുക, അല്ലെങ്കിൽ അവരിൽ 1% അല്ലെങ്കിൽ 10% പൊട്ടിത്തെറിക്കുന്നവരാണെന്ന് പറയുക, സംഘി ചാനലിൽ ഇരുന്നിട്ട് സംഘികൾക്ക് വിഷം കയറ്റുക, ക്രിസംഘികൾക്ക് വിഷം കയറ്റിക്കൊണ്ട് അർദ്ധസത്യങ്ങൾ പറയുക, വലിയ പ്രശ്നങ്ങളാണ് ഇവരുണ്ടാക്കി വെക്കുന്നത്. അപ്പൊ ഇവർക്ക് മറുപടി കൊടുത്ത് ആളാവാൻ മതക്കാർക്ക് അവസരം നൽകുകയാണ് ഇവർ ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇത് സഹീഹായിട്ടുള്ള ഹദീസാണ്. ദിസ് ഈസ് ബീങ് വൈഡ്ലി പ്രാക്ടീസ്ഡ്, നോ ഡൗട്ട് അറ്റ് ഓൾ. 2 ഹദീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 നോക്കുക. ആദ്യം നോക്കുക, നരേറ്റഡ് ബൈ അനസ്, അല്ലാഹ് അപ്പോസ്റ്റൽ സെഡ്, ഹെൽപ് യുവർ ബ്രദർ വെദർ ഹി ഈസ് ആൻ ഒപ്രസർ ഓർ ഹി ഈസ് ആൻ ഒപ്രസ്ഡ് വൺ. നിന്റെ ബ്രദർ, അതായത് മറ്റൊരു മുസ്ലിമിനെ സംരക്ഷിക്കുക. അവൻ ഒപ്രസ്ഡ് ആണ്. ഒപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ അവനെതിരെ അടിച്ചമർത്തലുണ്ടെങ്കിലും അവനാണ് അടിച്ചമർത്തുന്നതെങ്കിലും അവന്റെ കൂടെ നിൽക്കുക. തീർന്നില്ല. എല്ലാം വളരെ സാഫ് ആയിട്ട് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ ഫേസ്ബുക്കിലൊക്കെ എന്ത് അട്രോഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറെ ആളുകൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് എന്താണെന്ന്. ഇതാണ് കാര്യം. അവൻ ഒപ്രസ്ഡ് ആയിക്കോട്ടെ, അവൻ ഒപ്രസർ ആയിക്കോട്ടെ, ഇത് ഭരണകൂടം ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ. അല്ല, തീർച്ചയായിട്ടും ഫേസ്ബുക്കിലൊക്കെ അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ, ഫേസ്ബുക്കിൽ മാത്രമല്ല ജീവിതത്തിൽ അങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാകും. അതിപ്പോൾ എല്ലാ വിഭാഗം ആളുകളിലും ഉണ്ട്. ഇവിടെ ജർമ്മനിയിൽ കാർ കയറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ന്യായീകരിച്ച് എക്സ് മുസ്ലിങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല, ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാറ് കയറ്റുക എന്നുള്ള പ്രവൃത്തി തന്നെ അയാൾ മുസ്ലിമാണെന്ന് തെളിവാണെന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ അറിവിൽ അങ്ങനെ ഒരാൾ എസൻസ് ആയതുകൊണ്ട് ഇത് കുറ്റം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ രവിചന്ദ്രൻ ആളായതുകൊണ്ട് കുറ്റം ചെയ്യാതിരിക്കുക, മുസ്ലിം ആയതുകൊണ്ട് കുറ്റം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കുറ്റം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗക്കാരനായതുകൊണ്ട് കുറ്റം ചെയ്യാതിരിക്കുക. എന്തിന് ഞാൻ തന്നെ കുറ്റം ചെയ്യില്ല എന്ന് എനിക്ക് അതൊരു ഉറപ്പും പറയാൻ പറ്റും. മനുഷ്യ സഹജമാണ്, സംഭവിക്കും, തെറ്റുകളൊക്കെ സംഭവിക്കും. അതിനാണ് നമ്മൾ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. തീർച്ചയായിട്ടും അങ്ങനെ തങ്ങളുടെ ആൾക്കാരായാൽ ന്യായീകരിച്ച് മെഴുകുന്ന ആളുകൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. അത് ഇങ്ങനെയുള്ള ആയത്തുകളോ ഹദീസോ വായിച്ചിട്ടല്ല. പക്ഷേ രവിചന്ദ്രൻ ഈ ചെയ്യുന്നത് വളരെ വൃത്തികെട്ട പണിയാണ്. ഇയാൾക്ക് 10-15 ഡിഗ്രി ഉണ്ട്, ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ അറിയാം എന്നൊക്കെ പറയുന്ന ആൾ രവീന്ദ്രൻ ഈ എഴുതിയത് സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടല്ലേ മുസ്ലിങ്ങളൊക്കെ വന്നിട്ട് ഇതിന് മറുപടി പറയുന്നത്. ഇതൊക്കെ എന്നെ പോലുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അറിയോ, നിങ്ങൾക്ക് ഇവിടെയൊക്കെ സംഖ്യകളോടൊപ്പം കിടന്നിട്ട് ഇങ്ങനെ മുസ്ലിം വിരോധവും വെറുപ്പും പറഞ്ഞാൽ മതി. ഇതൊക്കെ എന്നെ പോലെയുള്ള പലരുടെയും പ്രവർത്തനങ്ങളെ ഒരുപാട് കാലം പുറകോട്ട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ശരിയാക്കേണ്ടത് അകത്തു നിന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ സമാന ചിന്താഗതിക്കാരെന്നുള്ള അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒതുക്കലാണ്. അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. എന്തോ ഒരു കഷ്ടമാണ്. ശിക്ഷിക്കുന്നവനായിക്കോട്ടെ, അവന്റെ കൂടെ എന്തു പച്ച കള്ളമാണ് ഇദ്ദേഹം. ഒരു പ്രവാചക വചനത്തിന്റെ 90% ഭാഗങ്ങളും മറച്ചുവെച്ച് ആദ്യത്തെ 2 വാക്ക് മാത്രം എടുത്ത് മുസ്ലിങ്ങൾക്കെതിരെയും പ്രവാചകനെതിരെയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. ഇദ്ദേഹം തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആ പ്രവാചക വചനത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അതിൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ ആക്രമിക്കപ്പെട്ടവനായാലും സഹായിക്കൂ എന്ന് പറഞ്ഞ ഉടനെ അപ്പുറമുണ്ട് അദ്ദേഹം തന്നെ കൊണ്ട് ഒരാൾ ചോദിച്ചു. എന്താണ് അദ്ദേഹം ചോദിച്ചത്? ഹൗ ഷുഡ് വി ഹെൽപ്പ് ഹിം ഇഫ് ഹീസ് ആൻ ഒപ്രസർ? അവൻ അടിച്ചമർത്തുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ അക്രമിയാണെങ്കിൽ, മർദ്ദകനാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് അവനെ സഹായിക്കുക? ദ പ്രൊഫറ്റ് സെഡ്, പ്രവാചകൻ പറഞ്ഞു, ബൈ പ്രിവെന്റിംഗ് ഹിം ഫ്രം ഒപ്രസിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതിൽ നിന്നും, ആക്രമിക്കുന്നതിൽ നിന്നും, മർദ്ദിക്കുന്നതിൽ നിന്നും നിങ്ങൾ മർദ്ദകനെ തടയണം. ഇത് അദ്ദേഹം വായിച്ചില്ല. കാരണം ഇത് വായിച്ച അദ്ദേഹത്തിന് വിമർശിക്കാൻ സാധ്യമല്ല. വൃത്തിയല്ലോ. ഒരു കാര്യം വായിക്കുമ്പോൾ അത് മൊത്തത്തിൽ വായിക്കണം, ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഈ പകുതി വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർ കണ്ടപ്പോൾ ഇവന്മാർ ഫുൾ കള്ളന്മാരാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടമുണ്ട്. 15-20 ഡിഗ്രി ഉണ്ടെന്ന് പറയുക, എന്നിട്ട് ഡെയിലി ഇരുന്നിട്ട് ഇങ്ങനെ മണ്ടത്തരം വിളിച്ച് പറയുക. തൃപ്തിയായല്ലോ. അപ്പോ ശരി.